നമസ്കാരം സുഹൃത്തുക്കളെ, തൊഴിൽവേദി ഓഡിയോ ക്ലാസ്സിൻ്റെ LGS പാർട്ടിൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് രസതന്ത്രമാണ്, കെമിസ്ട്രി. രസതന്ത്രത്തിന് തന്നെ മൂലകങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. തുടങ്ങാം. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. ഇരുമ്പിൻ്റെ ധാതുവാണ് ഡാഷ്. ഇരുമ്പിൻ്റെ ധാതുവാണ് ഡാഷ്. ഇരുമ്പിൻ്റെ ധാതുവാണ് ഹേമറ്റൈറ്റ്. ഹേമറ്റൈറ്റ് ആണ് ഇരുമ്പിൻ്റെ ധാതു. തോറിയത്തിൻ്റെ അയിര് എന്താണ്? തോറിയത്തിൻ്റെ അയിര് എന്താണ്? മോണസൈറ്റ് ആണ്. മോണസൈറ്റ് ആണ് തോറിയത്തിൻ്റെ അയിര്. ആധുനിക സംസ്കാരത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ധാതു ഏത്? ആധുനിക സംസ്കാരത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ധാതു ഇരുമ്പാണ്. ഇരുമ്പാണ് ആധുനിക സംസ്കാരത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത്. ധാതുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രധാന ഭൗതിക ഗുണം എന്താണ്? ധാതുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രധാന ഭൗതിക ഗുണം എന്താണ്? നിറമാണ്. ധാതുക്കളുടെ നിറമാണ് അതിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രധാന ഭൗതിക ഗുണം. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ കണ്ടുവരുന്ന പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ്? കേരളത്തിൻ്റെ തീരപ്രദേശങ്ങൾ കണ്ടുവരുന്ന പ്രധാന ധാതുക്കളാണ് മോണസൈറ്റ്, ഇൽമനൈറ്റ്, ഡുറൈൽ, സിലിമനൈറ്റ്. ഒന്നും കൂടി പറയാം. മോണസൈറ്റ്, ഇൽമനൈറ്റ്, ഡുറൈൽ, സിലിമനൈറ്റ്. കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏക ധാതു ഇന്ധനം ഏതാണ്? ലിഗ്നൈറ്റ് ആണ്. കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏക ധാതു ഇന്ധനമാണ് ലിഗ്നൈറ്റ്. ലിഗ്നൈറ്റിന് പ്രസിദ്ധമായ കേരളത്തിലെ സ്ഥലം. ലിഗ്നൈറ്റിന് പ്രസിദ്ധമായ കേരളത്തിലെ സ്ഥലമാണ് തിരുവനന്തപുരത്തെ വർക്കല. ലിഗ്നൈറ്റിന് പ്രസിദ്ധമായ കേരളത്തിലെ സ്ഥലമാണ് തിരുവനന്തപുരത്തെ വർക്കല. വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹവസ്തുവാണ് അയിരുകൾ. വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹവസ്തുവാണ് അയിരുകൾ. അലൂമിനിയത്തിൻ്റെ പ്രധാന ധാതു കളിമണ്ണാണ്. അലൂമിനിയത്തിൻ്റെ പ്രധാന ധാതുവാണ് കളിമണ്ണ്. ഒരേ തരം ആറ്റം മാത്രമുള്ള ശുദ്ധമായ വസ്തുവിനെ എന്ത് പറയുന്നു? മൂലകം എന്ന് പറയുന്നു. ഒരേ തരം ആറ്റം മാത്രമുള്ള ശുദ്ധമായ വസ്തുവിനെയാണ് മൂലകം എന്ന് പറയുന്നത്. ഒരേ തരം ആറ്റം മാത്രമുള്ള ശുദ്ധമായ വസ്തു മൂലകമാണ്. മൂലകത്തിൻ്റെ തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോണിനെയാണ്. മൂലകത്തിൻ്റെ തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? പ്രോട്ടോൺ. മൂലകത്തിൻ്റെ തിരിച്ചറിയൽ കാർഡ് പ്രോട്ടോൺ. മൂലകം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ച വ്യക്തി റോബർട്ട് ബോയിലാണ്. മൂലകം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? റോബർട്ട് ബോയിലാണ്. മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് ആദ്യം തെളിയിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ. മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണ് എന്ന് ആദ്യമായി തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം അത് ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ബെർസേലിയസ് ആണ് മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത്. മൂലകങ്ങളെക്കുറിച്ച് അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആരാണ്? മൂലകങ്ങളെക്കുറിച്ച് അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ജോൺ ന്യൂലാൻഡ്സ് ആണ്. ജോൺ ന്യൂലാൻഡ്സിൻ്റെയാണ് അഷ്ടക നിയമം. മൂലകങ്ങളെക്കുറിച്ചുള്ള അഷ്ടക നിയമം ജോൺ ന്യൂലാൻഡ്സിൻ്റെതാണ്. ആറ്റോമിക വ്യാപ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആറ്റോമിക വ്യാപ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ലോതർ മേയർ ആണ്. ആറ്റോമിക വ്യാപ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ലോതർ മേയർ ആണ്. മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ വേർതിരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ വേർതിരിച്ച ശാസ്ത്രജ്ഞനാണ് ലാവോസിയ. മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ വേർതിരിച്ച ശാസ്ത്രജ്ഞനാണ് ലാവോസിയ. മൂലക ആറ്റത്തിന് നിശ്ചിത മാസ് ഉണ്ടെന്ന് തെളിയിച്ച ആരാണ്?
മൂലക ആറ്റത്തിന് നിശ്ചിത മാസ് ഉണ്ടെന്ന് തെളിയിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ഈ നിശ്ചിത മാസിനെയാണ് ആറ്റോമിക മാസ് എന്ന് അറിയപ്പെടുന്നത്. മൂലകത്തിൻ്റെ ആറ്റത്തിന് നിശ്ചിത മാസ് ഉണ്ടെന്ന് തെളിയിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ പോലെ മൂലകങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ന്യൂലാൻഡ്സ്. സംഗീത സപ്തസ്വരങ്ങൾ പോലെ മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണ്? ജോൺ ന്യൂലാൻഡ്സ്. ജോൺ ന്യൂലാൻഡ്സ് ആണ് സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ പോലെ മൂലകങ്ങളെ വർഗീകരിച്ചത്. ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുവാനുള്ള ആറ്റത്തിന്റെ കഴിവിനെ എന്ത് പറയുന്നു? ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയുന്നു. ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുവാനുള്ള ആറ്റത്തിന്റെ കഴിവാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ് സീസിയം. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? സീസിയം ആണ് കേട്ടോ. സീസിയം. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ് സീസിയം. ഇലക്ട്രോണുകളെ ആകർഷിക്കുവാനുള്ള ആറ്റത്തിന്റെ കഴിവിനെ എന്തെന്ന് പറയുന്നു? വിദ്യുത് ദ്രണത എന്ന് പറയുന്നു. വിദ്യുത് ദ്രണത എന്ന് പറയുന്നു. അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയും. എന്താണ്? ഇലക്ട്രോണുകളെ ആകർഷിക്കുവാനുള്ള ആറ്റത്തിന്റെ കഴിവാണ് വിദ്യുത് ദ്രണത അഥവാ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. വിദ്യുത് ദ്രണത ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിനാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഫ്ലൂറിനാണ്. ഫ്ലൂറിൻ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ മൂലകമാണ് സീസിയം. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ മൂലകം സീസിയവും ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിനുമാണ്. ആദ്യത്തെ കൃത്രിമ മൂലകം ഏതാണെന്നറിയോ? ടെക്നീഷ്യമാണ്. ടെക്നീഷ്യം. ആദ്യത്തെ കൃത്രിമ മൂലകമാണ് ടെക്നീഷ്യം. ടെക്നീഷ്യം. ടെക്നീഷ്യം കണ്ടുപിടിച്ചത് ആരാണ്? 2 ശാസ്ത്രജ്ഞരുണ്ട്. എമിലിയോ സെഗ്രി, കാർലോ പെരിയർ. എമിലിയോ സെഗ്രി, കാർലോ പെരിയർ തുടങ്ങിയ 2 പേരാണ് ടെക്നീഷ്യം എന്ന് പറയുന്ന ആദ്യത്തെ കൃത്രിമ മൂലകം കണ്ടെത്തിയത്. കണ്ടുപിടിക്കപ്പെട്ട രണ്ടാമത്തെ കൃത്രിമ മൂലകമാണ് പ്രോമിത്തിയം. കണ്ടുപിടിക്കപ്പെട്ട രണ്ടാമത്തെ കൃത്രിമ മൂലകം ഏതാണ്? പ്രോമിത്തിയം. പ്രോമിത്തിയമാണ് രണ്ടാമത്തെ കൃത്രിമ മൂലകം. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം ഏതാണ്? ടിന്നാണ്. ടിൻ. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകമാണ് ടിൻ. ടിന്നാണ് ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം. ഭൂമിയിൽ ജീവന് അടിസ്ഥാനമായ മൂലകമാണ് കാർബൺ. ഭൂമിയിൽ ജീവന് അടിസ്ഥാനമായ മൂലകം ഏതാണ്? കാർബൺ ആണ്. കാർബൺ. റബ്ബറിന്റെ കാഠിന്യം കൂട്ടാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? സൾഫർ ആണ്. സൾഫർ. റബ്ബറിന്റെ കാഠിന്യം കൂട്ടാൻ ഉപയോഗിക്കുന്ന മൂലകമാണ് സൾഫർ. റേഡിയോ ആക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് റഡോൺ. റേഡിയോ ആക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? റഡോൺ ആണ്. റഡോൺ. ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ക്ലോറിൻ ആണ്. ക്ലോറിൻ അല്ലേ? ക്ലോറിൻ ആണ് ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതകം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? സോഡിയവും പൊട്ടാസ്യവും. സോഡിയവും പൊട്ടാസ്യവും എന്തിലാണ് സൂക്ഷിക്കുന്നത്? മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. പ്രകൃതിയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഹാലജനുകളാണ് അസറ്റാറ്റിൻ, അസ്റ്റാറ്റിൻ എന്ന് പറയുന്നു. പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹാലജനുകളാണ് അസ്റ്റാറ്റിൻ. പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹാലജനുകൾ ഏതാണ്? അസ്റ്റാറ്റിൻ ആണ്. ദ്രവ്യരൂപത്തിലുള്ള ലോഹമാണ് മെർക്കുറി. മെർക്കുറി ലോഹമാണ്. ദ്രവ്യരൂപത്തിലുള്ള ലോഹമാണ് മെർക്കുറി. ദ്രാവക അവസ്ഥയിലുള്ള അലോഹമാണ് ബ്രോമിൻ. ലോഹമല്ല, ദ്രാവക അവസ്ഥയിലാണ്. അതെന്താണ്? ബ്രോമിൻ ആണ്. ദ്രാവക അവസ്ഥയിലുള്ള അലോഹമാണ് ബ്രോമിൻ. വൈദ്യുത ബൾബിന്റെ ഫിലമെന്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ലോഹം ഏതാണ്? ടങ്സ്റ്റൺ ആണ് അല്ലേ? ടങ്സ്റ്റൺ. വൈദ്യുത ബൾബിന്റെ ഫിലമെന്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ലോഹമാണ് ടങ്സ്റ്റൺ. ഏറ്റവും മികച്ച താപചാലകതയുള്ള ലോഹം ഏതാണ്? വെള്ളിയാണ്. വെള്ളി. ഏറ്റവും മികച്ച താപചാലകതയുള്ള ലോഹമാണ് വെള്ളി. ഏറ്റവും സ്ഥിരതയുള്ള മൂലകം ഏതാണ്? ലെഡ് ആണ്. ഏറ്റവും സ്ഥിരതയുള്ള മൂലകം ലെഡ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? അലൂമിനിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് അലൂമിനിയം. രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? മഗ്നീഷ്യത്തെയാണ്. മഗ്നീഷ്യം എന്തെന്നറിയപ്പെടുന്നു? രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണ്? ഓസ്മിയം. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമാണ് ഓസ്മിയം.
ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹമാണ് അയഡിൻ. ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹമാണ് അയഡിൻ. വായുവിൽ സ്വയം കത്തുന്നതിനാൽ വെള്ളത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന മൂലകമാണ് ഫോസ്ഫറസ്. വായുവിൽ വെറുതെ വെച്ചാൽ കത്തിപ്പോകുന്ന, അതിനാൽ വെള്ളത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന മൂലകമാണ് ഫോസ്ഫറസ്. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം ഏതാണ്? നൈട്രജൻ. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകമാണ് നൈട്രജൻ. എന്നാൽ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. എല്ലാ ആസിഡുകളിലും കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. എല്ലാ ആസിഡുകളിലും കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. റേഡിയോ ആക്റ്റീവായ അലസവാതകങ്ങൾക്ക് ഉദാഹരണമാണ് റെഡോണും ഒഗനസോണും. റെഡോൺ, ഒഗനസോൺ എന്നിവ റേഡിയോ ആക്റ്റീവായ അലസവാതകങ്ങൾക്ക് ഉദാഹരണമാണ്. ദ്രവണാങ്കവും തിളനിലയും ഏറ്റവും കുറഞ്ഞ മൂലകമാണ് ഹീലിയം. ദ്രവണാങ്കവും തിളനിലയും ഏറ്റവും കുറഞ്ഞ മൂലകമാണ് ഹീലിയം. രസതന്ത്രത്തിൻ്റെ ചോദ്യം ഉത്തരം എന്ന രീതിയിലുള്ള ക്ലാസ്സാണ് ഇപ്പോൾ കഴിഞ്ഞത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ബാക്കി ടോപ്പിക്കുകളും കൂടി എടുക്കുന്നതായിരിക്കും. ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. താങ്ക് യു.